നമുക്ക് ഇനി ചില പ്രതികരണങ്ങൾ കൂടി കേൾക്കണം. ആ പ്രതികരണങ്ങളിലാണ് ഈ കേസിന്റെ ചുരുളുകൾ കിടക്കുന്നത്. തുടക്കം മുതലുള്ള പ്രതികരണങ്ങളുണ്ട്. നമ്മൾ ഇതിൽ 2 പ്രതികരണങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് പത്മകുമാറിന്റെയും ഒന്ന് തന്ത്രി രാജീവ് ഖണ്ഡയുടെയും പ്രതികരണങ്ങൾ. ആദ്യം നമുക്ക് പത്മകുമാറിന്റെ പ്രതികരണം ഒന്ന് കാണാം. പത്മകുമാർ യഥാർത്ഥത്തിൽ സംശയത്തിന്റെ നിഴലിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പത്മകുമാർ ഈ കേസിൽ താൻ ശബരിമലയിലെ ഒരു വിശ്വാസി മാത്രമല്ല, ശബരിമലയിലെ ആചാരവുമായി തന്റെ കുടുംബത്തിന് ബന്ധമുണ്ട് എന്നാണ് ഈ പത്മകുമാർ പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യം തന്നെ പത്മകുമാർ എടുത്തൊരു നിലപാട് പിന്നീട് പത്മകുമാറിന് തന്നെ ഒരു വിപരീതമായിട്ട് വരുന്നു, ദോഷമായിട്ട് വരുന്നത് കണ്ടു. ചെമ്പുമായി ബന്ധപ്പെട്ട് പാളി സ്വർണ്ണമായിരുന്നോ ചെമ്പായിരുന്നോ, അതിനാദ്യം പത്മകുമാർ നൽകിയ ആ മറുപടി ഒന്ന് സൂക്ഷിച്ച് കേൾക്കണം പ്രേക്ഷകർ. കേൾക്കാം. ഞാൻ പ്രസിഡന്റായിരുന്ന് എൻ്റെ ഭാഗത്ത് ശബരിമല ആചാരത്തിന് വിരുദ്ധമായിട്ടോ നിയമത്തിന് വിരുദ്ധമായിട്ടോ എന്തെങ്കിലും ഞങ്ങളുടെയൊക്കെ കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പം ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പുപാളിയാണല്ലോ യഥാർത്ഥത്തിൽ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടില്ലല്ലോ, ഞാൻ നടത്തിയിട്ടില്ലല്ലോ. വേറെ ചില പ്രസിഡന്റുമാർ വിദേശയാത്ര നടത്തിയില്ലേ? ആരുടെ കെയർ ഓഫിലാണ് വിദേശയാത്ര നടത്തിയത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശയാത്ര നടത്തിയത്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പരിശോധിക്കണം. ഇതിൽ സ്മൃതി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിദേശയാത്ര, 2 ചെമ്പ്. അതായത് അദ്ദേഹം അവിടെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. സ്വർണം പോയി എന്ന് പറയുന്നുണ്ട്. സ്വർണം പോയി എന്ന് പറഞ്ഞത് ചെമ്പുപാളിയാണല്ലോ. ശബരിമലയുമായിട്ട് പണ്ട് മുതലേ ബന്ധമുള്ള അല്ല, അത് അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാതിരിക്കില്ല എന്താണ് അത് പൊതിഞ്ഞിരിക്കുന്നത്, സ്വർണ്ണമാണോ ചെമ്പാണോ കൃത്യമായിട്ട് അറിയുന്ന ആളല്ലേ. ഒരു പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ സ്ട്രെസ് ചെയ്തതിനകത്താണ് ഒരു സംശയം ഉണ്ടാകും. ഈ ദൈവതുല്യൻ എന്ന് പറഞ്ഞതിന്റെ അകത്തെ ഇദ്ദേഹത്തിന്റെ മൊഴി പുറത്തു വന്നിട്ടില്ലല്ലോ. ഈ പത്മകുമാറിന്റെ ആണെങ്കിലും അറസ്റ്റ് ചെയ്ത ആരുടെയും മൊഴി പുറത്തു വന്നിട്ടില്ല. അപ്പൊ ആ മൊഴി പുറത്തു വരാത്തതുകൊണ്ടാണ് നമുക്കൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ ഈ പുറത്തു വന്നേക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊഴി ഇതാണ്. ഇതുമാണ്. പിന്നെ രണ്ടാമത് ദൈവതുല്യനാണ്. അതിലേക്ക് നമുക്ക് പോകണം. അതിനു മുമ്പ് ആന്റോ ഇതിനകത്ത് പത്മകുമാറിനെ സംശയിക്കാനുള്ള ഒരു പോയിന്റ് എന്താ അറിയോ? ഇത് ചെമ്പ് പാളി അല്ലല്ലോ, ഇത് സ്വർണം പൂശിയ പാളിയാണെന്ന് പത്മകുമാർ അറിയാം. അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇത് ചെമ്പുപാളിയാണ്, ഈ ചെമ്പുപാളി അല്ലേ എന്ന് ചോദിക്കുന്നത്? മാത്രമല്ല അതിൽ നിന്ന് തന്നെയാണ് സ്വർണം ഒരുക്കി എടുത്തിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിൽ ഇത് പ്രത്യേകം പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന പത്മകുമാർ, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അറിയാവുന്ന ഒരാൾ, അവിടുത്തുകാരൻ, ശബരിമലയിലെ സ്ഥിരമായി പോകുന്നയാൾ. അതായത് ഓൺ റെക്കോർഡിൽ നുണ പറഞ്ഞ ഒരേ ഒരു അത് മൊഴിയിലുമുണ്ട് രേഖയിലുമുണ്ട് എന്നുള്ളതാണ് പത്മകുമാറിനെ കുടുക്കിയത്. ഇതായിരുന്നു അതിലെ നിർണായകമായ ബൈറ്റ്. റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് നൽകിയ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ബൈറ്റ്. ഈ ദൈവതുല്യർ എന്നുള്ള പ്രയോഗം എങ്ങനെ വന്നു എന്നുള്ളതല്ലേ. ദൈവതുല്യർ എന്ന പ്രയോഗം റിപ്പോർട്ടറിലൂടെ പത്മകുമാർ പറയുന്നത് കൂടി ഒന്ന് കേൾക്കൂ. ഇപ്പോൾ രാജീവ് ഖണ്ഡരുടെ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുന്ന മൊഴി നൽകിയിരിക്കുന്നത് പത്മകുമാറാണ് എന്നുള്ളത് ഈ ബൈറ്റ് കേട്ട പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും അവരുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണം പ്രത്യേക സംഘം നടത്തുകയാണല്ലോ. നടത്തട്ടെ. ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. ചില ആൾക്കാർക്ക് ചിലരുടെ രക്തം വേണം. അങ്ങനെ ഒരു രക്തം കൊടുക്കാൻ ഇവിടെ ആളില്ല. അഴിമതി നടത്താൻ ഞങ്ങൾ നടത്തിയിട്ടില്ല. UDFന്റെ കാലത്ത്, കഴിഞ്ഞ കാലത്ത് ദേവസ്വം ഭരണത്തെ എങ്ങനെയാണോ ഉപയോഗിച്ചത് ആ രൂപത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചു എന്നാണ് അവരുടെ ധാരണ. ദൈവതുല്യരായി നമ്മൾ കരുതുന്ന ചില ആളുകൾ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് പിണറായി വിജയനാണോ ദൈവതുല്യൻ, അതോ VN വാസവനാണോ, കടകംപള്ളി സുരേന്ദ്രനാണോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇവരാരും അല്ലാത്ത ചില ദൈവതുല്യന്മാരുണ്ട്. അത് പിന്നെ അന്വേഷണം കഴിഞ്ഞിട്ട് പറയാം. ഇത് ക്ലാരിറ്റിയാ. അപ്പൊ പിന്നീട് ഒരു വലിയ ചർച്ച നടന്നു. ഈ ദൈവതുല്യം കടകംപള്ളിയാണോ അല്ല എന്ന് പത്മകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിംഗുലർ അല്ല, പ്ലൂറലാ, ദൈവതുല്യന്മാർ എന്നാ പറഞ്ഞു. അതായത് അതിൽ നിലവിലത്തെ തന്ത്രിയുണ്ടോ, ഇതൊക്കെ മാത്രമാണോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട. പക്ഷേ ഈ 3 പേരും അല്ല എന്ന് പറയുന്നുണ്ട്. കടകംപള്ളിയല്ല, വാസവനല്ല, പിണറായി വിജയനല്ല എന്ന് പറയുന്നുണ്ട്. പകരം ആര് എന്ന ചോദ്യം, അതാണ് ഇപ്പോൾ തന്ത്രി രാജീവ് ഖണ്ഡറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് രാജീവ് ഖണ്ഡറുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം അല്ലേ. ഈ രാജീവ് ഖണ്ഡറുടെ പ്രതികരണം പറയുന്നുണ്ട്. ഇതേ ആരോപണത്തിന് രാജീവ് ഖണ്ഡറോട് നമ്മൾ ഇതേ ചോദ്യം ചോദിച്ചു. അപ്പൊ രാജീവ് ഖണ്ഡർ പറഞ്ഞ മറുപടി കൂടി ഒന്ന് കേൾക്കാം. വീഴ്ച ദേവസ്വം ബോർഡിൽ ബാധിച്ചിട്ടുണ്ടല്ലോ. എല്ലാ തന്ത്രിയുടെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് എല്ലാവരും നോക്കുന്നത്. തന്ത്രി ഇതിൻ്റെ അകത്തൊന്നും അല്ല. ഞാൻ ദൈവതുല്യനൊന്നും അല്ല. ഞാൻ വെറും ഒരു തന്ത്രിയാണ്. ഇതിൻ്റെ അകത്ത് അനുവാദം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നടത്തിപ്പുകാരൊക്കെ ദേവസ്വം ബോർഡ് അവരതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കാര്യമൊന്നും ഞാൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് കേടുപാടുകളുണ്ട്, മാറ്റാനുള്ള അനുവാദം തരണമെന്ന് വെച്ചാൽ നമ്മൾ അനുവാദം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്ത്രിക്ക് ഇതിലെന്ത് പങ്കാവുള്ളത്? അവരാണ് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും അനുമതി കൊടുക്കേണ്ടതും ഒക്കെ ദേവസ്വം ബോർഡാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഒക്കെ അത് തന്ത്രിയുടെ ഇതിലുള്ളതല്ല.
ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പാവം തോന്നുന്നില്ല. അല്ലല്ല അതിനകത്ത് അല്ല, അപകടം അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അനുവാദം കൊടുത്തു എന്നാണ്. കൊടുത്തു എന്നാണ്. അതാണ് പ്രശ്നവും. അനുവാദം കൊടുത്തിട്ടുണ്ട്. അനുവാദം കൊടുത്താൽ തീർന്നില്ലേ? അല്ല, ഇപ്പൊ എന്റെ സംശയം അതല്ല. അതേക്കുറിച്ച് വളരെ പക്ഷേ ലോജിക്കലായിട്ട് രാഹുൽ ആലോചിച്ചു, പറഞ്ഞതാണ്. വളരെ ലോജിക്കലായിട്ട് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു സ്വർണ്ണം ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അയാൾ ആ സമയത്ത് അത് മോഷ്ടിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയില്ല. അത് മോഷണമാണ്. ആ മോഷണം നടക്കുന്ന സമയത്ത് അത് മോഷ്ടിക്കാനുള്ള അനുവാദം നിങ്ങൾ കൊടുത്തു. മോഷണമെന്ന് അറിയില്ല എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അതിപ്പോൾ മോഷണമാണല്ലോ. അതിന് അനുവാദം കൊടുത്തത് ആരാണ്? അതല്ലേ പത്മകുമാർ. കേടുപാട്. അല്ല, അതിന്റെ ആയിക്കോട്ടെ, അല്ല ഇനി അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. പത്മകുമാറിന്റെയും കാര്യം അത് തന്നെയല്ലേ, വിജയകുമാറിന്റെ കാര്യം അതല്ലേ, ശങ്കർദാസിന്റെ കാര്യം അതല്ലേ. അതായത് അനുവാദം കൊടുത്തു, ഇത് തടഞ്ഞില്ല ഈ ട്രാവൻകൂർ മാനുവൽ പ്രകാരം എന്നുള്ളതാണല്ലോ. അല്ലല്ല, അത് മാത്രമല്ല, രണ്ടുപേരും ചെയ്തത് ഒന്ന് പിച്ചളാന്ന് എഴുതി, ചെമ്പ് മാറ്റി പിച്ചള പിന്നെ പിച്ചളയും തെറ്റാണ്. അത് വെട്ടി എഴുതിയത് ചെമ്പ്. അല്ല, അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. അപ്പൊ ഇത് തടഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ? പക്ഷെ അനുമതി എന്തിനു കൊടുത്തു എന്നുള്ളത് ഇതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന്. എന്താണെന്നറിയോ, ഇപ്പം ശില്പി നേരത്തെ പറഞ്ഞിട്ടില്ലേ, കാരണം 18ാം പടിക്ക് മേലേക്ക് വേറെ ആരും ഇടപെടണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ അടുത്ത് കൊടുത്തു വിടുമ്പോൾ പ്രശ്നമില്ല. കാരണം എന്താ, ഇവരുടെ കീശാന്തിക്കാരനാണ്, അപ്പോൾ അവർ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണെങ്കിൽ അനിറ്റ വേണം, പേപ്പർ കൊടുക്കണം, ഒക്കെ വേണം. ഇത് ദേവസ്വം ബോർഡിന്റെ ആളല്ല കൊണ്ടുപോകുന്നവരാ ഉണ്ണികൃഷ്ണൻ പോറ്റിയാ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്ക് അറിയാവുന്നവരാണ്. അപ്പൊ പിന്നെ അത് ക്ലാരിറ്റിയോടെ Debate with Dr. Arun Kumar.